ഹായ് നമസ്കാരം, എല്ലാവർക്കും നീഷ് മീഡിയ എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് വന്നതൊരു വെബ് സീരീസിൻ്റെ കാര്യം പറയാനാണ്. വെബ് സീരീസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെബ് സീരീസാണ്. വേറെ ആരുടെ അല്ല, സുരാജ് വെഞ്ഞാറമ്മൂട് നായകനാകുന്ന ഒരുപാട് നായികമാരുള്ള നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് വരുന്നുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് റിലീസുള്ളത്. ഈ വരുന്ന 19th എന്തോ ആണ് അതിൻ്റെ റിലീസ്. ഇതിൻ്റെ ആദ്യത്തെ ഒരു ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു, ഗംഭീരമാണ്. അപ്പോൾ നിങ്ങളും അതൊന്ന് കണ്ടു നോക്കാം, നമുക്കപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യാം. പുള്ളിക്കാരൻ ഇങ്ങനെ നാട് നീളെ നടന്ന് വിവാഹങ്ങൾ കഴിക്കാൻ നടക്കുന്നൊരു വ്യക്തിയുടെ റോളിലാണ് സുരാജ് വന്നിരിക്കുന്നത്. ഒരുപാട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല നായികമാരുണ്ട്. ശ്വേതാ മേനോൻ, കനി കുസൃതി, പിന്നെ ഗ്രേസ് ആൻ്റണി. ആ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ കാണാം. എന്റെ പെങ്കൊച്ചനെ അതുമെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ച് ജനാർദ്ദനൻ പിന്നെ പറ്റിച്ചല്ലോടാ കഴിവേറി ഇവരെന്തിന്റെ എപ്പോഴും ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ വേറെ ലെവൽ ആക്ടിങ് ഉണ്ടോ. വരുന്ന ചിങ്ങത്തിലെങ്കിലും കല്യാണം നടത്തണമെന്ന് അച്ഛന്. ഫസ്റ്റ് മാരേജ് 3 മാസത്തില് നീ അക്കരെ കിടക്കും. പിന്നെ എന്നാ പോറ്റാനാ? ചെക്കനെ മൂക്ക് പിടിച്ച അടുത്ത ആഴ്ച ഇതാ നമ്മുടെ ആള് സുകുമാരൻ ചേട്ടൻ. ആ അതെ, സുകുമാരൻ. ചേട്ടനെ 1-2 വലിച്ചോണ്ടിരിക്കും. ഞാൻ വലിക്കൂല. പേരെന്തോന്ന് പറഞ്ഞ? നാഗേന്ദ്രൻ. ഒരൊറ്റ തവണ കൂടെ നമുക്ക് കളിച്ചേ മതിയാവും. വേറെ ഒരാളും കൂടി ഉണ്ട്. ആ സസ്പെൻസ് ആണ്. അങ്ങേരടാ മീശം, അങ്ങേരടാ കാപ്പട മീശം, ആ ഹെയർ സ്റ്റൈലും ആ മീശയും രക്ഷില്ല. എന്നാ അവരുടെ എൻ്റെ മോനെ വേറെ ലെവൽ ആക്ടിങ് ആയിരിക്കുമല്ലോ. എന്തായാലും പുള്ളി എന്തായാലും തകർത്തിട്ടുണ്ട്. അവർ അങ്ങനെ കുറച്ച് നായികമാർ ഏകദേശം ഇങ്ങനെ നാട് നീളെ നടന്ന് കല്യാണം കഴിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് നമ്മുടെ കഥാനായികൻ. കഴിച്ച് കഴിയുമ്പോൾ അവരുടെ ഫണ്ട് മേടിച്ചിട്ട് പുറത്തേക്ക് വിദേശത്തേക്ക് കടക്കാനായിട്ട് നോക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഥ. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളിയുടെ ആക്ടിങ് വേറെ ലെവലാണ്. അതിൽ ഇനിയിപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക്. അപ്പോൾ ഇത് ഈ വരുന്ന 19-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് വെബ് സീരീസായിട്ട് റിലീസ് ചെയ്യുന്നത്. ഒരു കോമഡി ഡ്രാമ സീരീസിലാണ് ഇന്ന് എന്തായാലും വന്നിരിക്കുന്നത്. എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് ഒരു സിനിമയാക്കിയില്ല എന്നുള്ളതിൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കഴിയുമെങ്കിലും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഉപകാരമായിരുന്നു. അപ്പോൾ കാണാം. ബൈ.